റെക്കോർഡിങ് ഇത്ര നേരം ഉണ്ടായിരുന്നത് റെക്കോർഡായില്ല. സ്നിപ്പിംഗ് ടൂൾ എന്ന് ചതിച്ചില്ല. പോലീസ് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഇതില്ല എല്ലാത്തിനും. വെൽക്കം ബാക്ക്. നമ്മൾ വീണ്ടും പറയുകയാണ് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷനായിട്ട്. മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ ഇത്തവണ നമ്മൾ കളിക്കാൻ പോകുന്നത് ഹാർഡ് കോർ ആണ്. ഹാർഡ് കോർ മോഡിൽ കുറച്ച് കളിച്ചു റെക്കോർഡായി. എനിക്ക് 2 വെള്ള വൂളും കിട്ടി, പിന്നെ ഒരു ബ്ലാക്ക് വൂളും കിട്ടി. ഞാൻ ഇവിടെ മഞ്ഞപ്പൂ ഉണ്ടായിരുന്നു, അത് ഇതാണ്ട് ഇത്ര മഞ്ഞപ്പൂ ഉണ്ടായിരുന്നു, 3 വെട്ടിയെടുത്ത് അതിന് കളർ മാറ്റിയിരുന്നേ. അന്നത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ റെക്കോർഡും ആവുന്നില്ലായിരുന്നു. അപ്പൊ ഇനി നമുക്ക് റെക്കോർഡ് ചെയ്യും. പകുതിയല്ല മൊത്തം എടുത്ത് ഇത് 2 സ്റ്റിക്കും ഉണ്ടാക്കിയിട്ട് ഇനി ഇങ്ങനെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയില്ല, സ്റ്റിക്ക് മാത്രം ഉണ്ടാക്കി വെച്ചിരുന്നു. അന്നൊന്നും മൈൻക്രാഫ്റ്റ് കളിക്കാനും ചെയ്യാതെ ക്രാഫ്റ്റ് ചെയ്യാനും മറന്നുപോലെ. എന്താ ചെയ്യണ്ടേ? ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത്? അയ്യോ അത് വെച്ചിട്ട് ഇങ്ങെടുത്ത് ക്രാഫ്റ്റ് ചെയ്തില്ല. ഒരു മരം വേണം. ഇവിടെ മരം ചെയ്യാം. ഇനി സ്ലിപ്പിംഗ് പോകുന്നതിന്റെ FPS ഇല്ലാത്തോണ്ടാണോ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? FPS ഒക്കെ എനിക്ക് 100 കിട്ടുന്നുണ്ട്, എത്ര കേറെ കിട്ടുന്നുണ്ട് FPS. പക്ഷെ പിന്നെ അങ്ങനെ സ്ലിപ്പിംഗ് ടൂള് കാണിച്ചു പറ്റുന്നത് എനിക്കൊരു വീഡിയോ. ഒരു പിക്കേക്സ് എടുക്കണോ? ഇങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ട് എടുക്കാൻ പറ്റത്തില്ല. വെട്ടാം. 1 2 3 സ്റ്റോൺ കിട്ടി. നമ്മൾ ഹാർഡ് കോറിലാണ് കളിക്കുന്നത്. വല്ല തല ചാടുമോ ദൈവമേ. ഞാൻ കുറച്ചു നേരമായിട്ട് കളിക്കുന്നു. ഒന്ന് റെക്കോർഡാ. അയാൾ ഇരിക്കുന്നു അവിടെ. അവൻ എന്തിനു വലിയ കേവണം. ഞാൻ പേടിച്ചു പോയി. ഇപ്പൊ കുഴി വേണേനെ. അവിടെ പിന്നെ എത്ര ഇവിടെ ഫുൾ അയണ്ട അയൺ ചെയ്തോ. അവിടെ ഇവിടൊക്കെ എത്ര ആയണോ ഇറങ്ങണം. പിന്നെ ഇവിടെ അയണേ ഉള്ളെന്ന് തോന്നിയിട്ടില്ല കേട്ടോ. കേറോട്ട് ഇറങ്ങാനാണ് പേടിച്ചു തോന്നുന്നത്. എന്തായാലും ഞാൻ ഒറ്റ നടക്കാൻ നന്നായി. ഇങ്ങോട്ടെങ്ങാണം നടന്നേ വീണിരുന്നെങ്കിൽ എന്ത് വലിയ ഒരു സ്കെൽറ്റം വല്ലതും കണ്ടു കഴിഞ്ഞാൽ അമ്പി ചെയ്തു തന്നെ. അതിന് ഞാൻ പോട്ടെ വിളിച്ചു. ഇനി പണി പാടും. ഞാൻ വിചാരിച്ച അവിടെ പുള്ളിയാണോന്ന് അങ്ങോട്ട് വിളിച്ചാൽ മതി. സ്കെൽറ്റനെ വല്ലതും കണ്ടാ ഓടിക്കോ. നേരെ 2 ബ്ലോക്കും കയ്യിലെടുത്ത് വെക്കണം, അല്ലെങ്കിൽ പണി പാടും. ഞാൻ നടന്നു പേടി വന്നത് എപ്പോഴും താഴെ വീഴുമോ. താഴെ എന്തെങ്കിലും കാണോ? പറഞ്ഞോ. ഇത് നടുക്കൊന്നും ഒട്ടിക്കല്ലേ. കൂടോ താഴെ ഒന്നാടാ കേരള പെട്ടെന്ന് ഓടിക്കോ. അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല. ഷിഫ്റ്റ് ചെയ്താ കൈയെടുത്ത്. ഞാൻ W കൈയെടുക്കാൻ നോക്കിയോ. ഷിഫ്റ്റിന്ന് കൈയെടുത്ത്. അവിടെ വേറെ അയൺ ഇരിപ്പുണ്ടായിരുന്നു. അയ്യോ വേറെ അയൺ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ നോക്കുന്നില്ല. സ്റ്റീപ്പ് എന്നെ രക്ഷിക്കട സ്റ്റീപ്പ്. ഞാൻ ഇപ്പൊ ചത്തേനെ. അയ്യോ ഞാൻ ബെഡ് ഉണ്ടാക്കാൻ ഇതെല്ലാം ഉണ്ടാക്കി. എന്നിട്ട് ബെഡ് വെച്ച് ബാക്കിയെല്ലാം ഉണ്ടാക്കി. അയ്യോ പിന്നെ കൂടി ചടല്ലേ. 3 ഹാർട്ട് ഹെൽത്ത് വേറെ. ഞാനത് ശ്രദ്ധിച്ചില്ല. എടുത്ത് ചാട്ടം വെച്ചു കൊടുത്ത്. ഞാൻ അന്നേരം വിചാരിച്ചു ഇപ്പൊ കളി തീർന്നത്. തുടങ്ങിയതേ ഉള്ളൂ, അന്ന് തന്നെ തീരണം. ഇന്നത്തെ എപ്പിസോഡിൽ മിക്കവാറും ഞാൻ ബെഡ് വരെ ക്രാഫ്റ്റ് ചെയ്യുന്ന വെച്ചേക്കത്തേ ഉള്ളൂ കേട്ടോ. കണ്ടിട്ട് എനിക്ക് അതാണ്. ഞാൻ മിക്കവാറും ബെഡ് മാത്രം ക്രാഫ്റ്റ് ചെയ്ത് വെക്കത്തുള്ളൂ.
അത് തന്നെ മതി. ഇന്നത്തെ എപ്പിസോഡ് ഗോൾ, ഓൺലി 1 ഗോൾ. അത് ബെഡ് ക്രാഫ്റ്റ് ചെയ്യണം. ബെഡ് ഇവിടെ വെച്ചു. ഇത് എന്റെ ബേസ്. റീസ്പോൺ പോയിന്റ് സെറ്റ്. ഈ റീസ്പോൺ കാര്യമില്ല, ഇത് ഹാർഡ് കോർ. ഞാൻ ബ്ലോക്കിങ് എടുത്തേ. ഡേർട്ടുണ്ട്, ഡേർട്ടൊക്കെ ധാരാളം. ഡേർട്ടൊക്കെ ധാരാളം ഡേർട്ടൊക്കെ കുറെ കിടക്കുമല്ലേ, ഇപ്പൊ മതി. ഇപ്പൊ ധാരാളം എന്തിന് കളയാനുണ്ട്. ഈ ഓർമ്മ ഒക്കെ അറ്റത്തെ നിർമ്മിക്കുന്നു. പത്തിയുടെ താഴെ പോവും കുറച്ച്. നീ ചുറ്റും പൂവൊക്കെ വേറെ ഡിസൈൻ ഒന്നും ഇല്ലാത്തോണ്ടേ ഇവിടെ മൊത്തം പൂ വച്ച് അലങ്കരിക്കണം. നമുക്ക് കിട്ടാൻ എളുപ്പമുണ്ട്. കിടന്നുറങ്ങാവുന്നേ, പെട്ടെന്ന് പോയി കിടന്നുറങ്ങട്ടെ. അപ്പൊ ഹാർഡ് കോർ കളിക്കും നല്ല, അതിന്റെ ഒരു ഫീല് വരുന്നുണ്ട് കേട്ടോ. പേടി നമ്മൾ ലെഫ്റ്റ് വേണ്ടുണ്ടല്ലോ, അത് ഞാൻ അറിയാതെ ഒരു മണ്ടത്തിന് കാണിച്ച് ഓർക്കാതെ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാ. ഞാൻ വേറെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തായിരുന്നേ, ഞാൻ അതാണ് ഉദ്ദേശിച്ച് പെട്ടെന്ന് അങ്ങനെ കളഞ്ഞ. അതിന് ഞാൻ ലെഫ്റ്റ് പ്ലേ തന്നെ പേരും കൊടുത്തു. ക്രിയേറ്റീവ് ആയിരുന്നു അത്. ഞാൻ ഒന്നും നോക്കിയില്ല, എടുത്തിട്ട് കളഞ്ഞപ്പോ നോക്കിയപ്പോൾ അത് നമ്മുടെ ഈ വേൾഡ് ലെഫ്റ്റ് പ്ലേ. അത് ഞാൻ എടുത്ത് കളഞ്ഞു. ലാഗാവും, ലാഗായി കഴിഞ്ഞ് ഇപ്പൊ റെക്കോർഡിങ് കട്ടാവും. ഇത്രയും ഞാൻ കളിച്ചത് വെറുതെ ആവും. പിന്നെ നേരത്തെ 2 തവണ കട്ടായത്, ഇതിപ്പോ 2-3 തവണ കട്ടായി. പിന്നെ ഞാൻ ഇപ്പൊ കുഴി കിടന്നൊരു കാര്യം പറഞ്ഞു നടന്നു. കുറച്ച് പൂവുകൾ ഇങ്ങനെ കണക്ട് ചെയ്തു, അതും വെച്ചിട്ട് ഞാൻ കളയുന്നത്. എനിക്ക് വയ്യണേ. കുറച്ച് ചെറിയ വീട് തട്ടിക്കൂട്ടി വെക്കാം നമുക്ക്. ഡർട്ട് വീട്, ഡെഡ് ഹൗസ് ഇല്ലേ, ഡേർട്ട് ഹൗസ്, ഇത് തന്നെ തട്ടിക്കൂട്ടാം നമുക്ക്. കുറച്ചുകൂടെ പൂ വേണം. ഓക്കെ, വണ്ടർഫുൾ. കളർഫുൾ അല്ലേ വീട്. തറയ്ക്ക് വേറെ ടൈൽസ് ഒന്നും ഇടണ്ടല്ലോ ഇതാവുമ്പോ. കോവിസ്റ്റോണൊന്നും ഞാൻ എടുക്കുന്നില്ല, പകരം ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് അല്ല, ഷവല്. എന്നിട്ടെ ഇവിടുത്തെ ഒരു 8 ഡേർട്ട് അങ്ങ് എടുക്കുക. എല്ലാം സൂക്ഷിക്കാൻ നടക്കാം. എന്നാലും ആ കേവ് എന്തൊരു വലിയ കേവ്. അത് ഗ്രാസ് സ്പ്രെഡ് ആയോട്ടെ. ഓക്കെ, ഇനി മേളിൽ ഞാൻ ഒന്ന് വെക്കണ്ട. മേളിൽ വെക്കണ്ട, ഇങ്ങനെ കിടക്കട്ടെ നല്ല. ഓക്കെ ഗയ്സ്, നമ്മുടെ പൂ നമുക്ക് അറേഞ്ച് ചെയ്യും. പെട്ടെന്ന് ഇവിടെ ലൈറ്റ് കത്തി. ഇതെന്റെ മൗസിന്റെ മറ്റേ അടിയിലത്തെ സ്വിച്ച് ഉണ്ടല്ലോ, ലൈറ്റ് കത്തുമല്ലോ, റെഡ് കളർ. അതെന്റെ സ്ക്രീനിൽ കണ്ടു ഗയ്സ്. അപ്പൊ ഇതുള്ള എന്റെ എപ്പിസോഡ്. ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.